അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? മനഃപൂർവ്വം ഈ വീടിന്റെ സന്തോഷം കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് നീയൊന്നും എന്നെ പഠിപ്പിക്കണ്ട. വേണമെങ്കിൽ വെറുതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. വേണ്ട, അമ്മ തന്നെ കഴിച്ചോ. സത്യ, കഴിച്ചിട്ട് പോ. എനിക്ക് മതി അടുത്തി. എനിക്ക് മതി. ഇംഗ്രിഡ്, എടീ, വിശപ്പില്ലാത്തവരൊന്നും കഴിക്കണ്ട. നീ എനിക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് വിളമ്പടി. ഇങ്ങ് വിളമ്പി താടി. ഞാൻ ഒരു യാത്രയിലാണ്, ഒരാളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വഴി കിടക്കാം. അങ്കിള് വന്നിട്ട് കുറെ സമയമായോ? ഇല്ല, ഒരു 3-4 മിനിറ്റ് ഇപ്പം എത്തിയുള്ളൂ. അല്ല, ആമി എന്താ കാണണമെന്ന് പറഞ്ഞു? അല്ലെങ്കിൽ രഘുവേട്ടൻ എന്നെ വന്ന് കണ്ടിരുന്നു. എനിക്കൊരു ചെക്കും തന്നു. ഇത് ആമി വാങ്ങണം. എന്താ ഇത്? 25 ലക്ഷം രൂപയുടെ ചെക്ക. നിനക്കും മോൾക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കാനുള്ള തുകയാ. ഈ പണം വാങ്ങിയ രഘുവിന് സമാധാനം കിട്ടുമെങ്കിൽ, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെങ്കിൽ അത് വാങ്ങുന്നതല്ലേ നല്ലത്. ആമി പ്ലീസ്, എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഇത് വാങ്ങണം. എന്റെ അപേക്ഷ. വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും രഘുവേട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എത്ര പറഞ്ഞാലും അവനെ മനസ്സിലാവില്ല. ഈ ഒറ്റ ബുദ്ധി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അവന്റെ സ്വഭാവം. രഘു എന്ത് സഹായം ചെയ്യാന്ന് പറഞ്ഞു വന്നാലും നീ അതൊന്നും സ്വീകരിക്കരുത്. അതൊക്കെ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതെനിക്കറിയാം അങ്കിൾ. അതുകൊണ്ട് തന്നെയാ ഞാനൊന്നും വേണ്ടെന്ന് രഘുവേട്ടനോട് പറഞ്ഞത്. ഓരോരോ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഞാൻ നോക്കുമ്പോൾ അവൻ ഓരോരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇവൻ എങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യുന്നൊരു എത്തും പിടി എനിക്ക് കിട്ടുന്നില്ല. ദാങ്ങളെ, രഘുവേട്ടൻ തന്നെ ചെക്കാം. ഇത് അങ്ങള് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഞാൻ കൊടുത്ത രഘുവേട്ടൻ ഇത് വാങ്ങില്ല. രഘുവേട്ടൻ എന്നെ സഹായിക്കാനാ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും മുന്നും പിന്നെ നോക്കാതെയുള്ള രഘുവേട്ടന്റെ ഈ സ്വഭാവം ഒരുപാട് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അങ്കിള് തന്നെ ഒന്ന് രഘുവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്ക. ആര് പറഞ്ഞാലും രഘുവിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവനെ സ്നേഹിക്കുന്ന, അവനെ മനസ്സിലാക്കുന്ന നമ്മളൊക്കെ കഴിയുന്ന അത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കി വിടാം. ആദ്യം ഒരു വഴിയുള്ളൂ. ആമി കാറി കയറിക്കോ, ഞാൻ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം. ശരി അങ്കിൾ. അത് ഞാൻ വിളിപ്പിച്ച എന്താന്ന് വെച്ചാലേ, കമ്പനിയുടെ അക്കൗണ്ടിൽ ഒരു 25 ലക്ഷം രൂപ ബാലൻസ് വെക്കണം. ഒരു ചെക്ക് വന്ന് പോകാനുണ്ട്. അത് മടങ്ങരുത്. അപ്പോൾ മെറ്റീരിയൽസ് തരുന്ന കമ്പനിയോട് ക്രെഡിറ്റ് പറയേണ്ടതായിട്ട് വരും.
നമ്മുടെ പേയ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ടാ അവർ നമുക്ക് ഡിസ്കൗണ്ടിൽ മെറ്റീരിയൽസ് തരുന്നത്. അവരുമായിട്ടുള്ള ടേംസിൽ വ്യത്യാസം വരും. പിന്നെ അത് കമ്പനിക്ക് വലിയ നഷ്ടമാവും.